Dear students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. നമ്മൾ ഇന്നലെ ബുക്ക് കീപ്പിംഗും ഓഡിറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. പോയിന്റ്സ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, എക്സ്പ്ലനേഷൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ഡിഫറൻസ് ഈസ് മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ അക്കൗണ്ട്സ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണേ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുക. എന്നാൽ ഓഡിറ്റിങ്ങിൽ എന്താ ചെയ്യണേ? ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകൂടാതെ ചെയ്തിട്ടുണ്ട് എന്ന് എക്സാമിനേഷൻ നടത്തലാണ്. അപ്പോൾ auditing is a thorough examination of books of accounts to form an opinion about their fairness and accuracy. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് തമ്മിൽ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, the object of accounting is to ascertain financial position by preparing the balance sheet and to disclose the result of operation by preparing profit and loss account. ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഓഡിറ്റിങ്ങിൽ അക്കൗണ്ടിങ്ങിൽ നടത്തുന്ന കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിസൾട്ട് പ്രോപ്പർ ആണോ എന്ന് റിപ്പോർട്ടിംഗ് നടത്തലാണ്. അടുത്തത് അക്കൗണ്ടിങ് ഈസ് ഡൺ ബൈ എ പേഴ്സൺ കോൾഡ് അക്കൗണ്ടിങ് നടത്തുന്നത് ആരാ? അക്കൗണ്ടന്റ് ആണ്. ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാ? ഓഡിറ്റർ ആണ്. അക്കൗണ്ടിങ് ഡൺ ബൈ എംപ്ലോയീസ്. അക്കൗണ്ടിങ് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി തന്നെയാണ് നടത്തുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് നടത്തുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടൻസിന് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. ഇപ്പം BCom കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ BCom കഴിയണമെന്നില്ല, അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ചെയ്യാം. എന്നാലോ ഓഡിറ്റർ ആർക്കേ ആവാൻ പറ്റുള്ളൂ? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ദ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിലെ മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഓഡിറ്റിംഗ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓഡിറ്റിംഗ് ഈസ് മസ്റ്റ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ഈസ് എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും അക്കൗണ്ടിങ് നിർബന്ധമാണ്. എന്നാൽ ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിന് മാത്രമേ നിർബന്ധമായും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാലും ചില സ്ഥാപനങ്ങൾ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരുടെ കണക്കുകളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇനി എട്ടാമത്തെ പോയിന്റ്, ദ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് കവേഴ്സ് ദ മെയിൻ്റനൻസ് ഓഫ് നെസസറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡിംഗ്സ്, ലെഡ്ജർ പോസ്റ്റിംഗ്, ഫൈനലൈസിംഗ് അക്കൗണ്ട്സ് എക്സെട്ര. ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് covers vouching, checking, arithmetical accuracy, detection of errors and faults and preparing audit report. ഇനി ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇൻ ദ കേസ് ഓഫ് കമ്പനി, ദ അക്കൗണ്ടന്റ് ഈസ് എംപ്ലോയ്ഡ് ബൈ ദ മാനേജ്മെന്റ്. കമ്പനിയെ സംബന്ധിച്ച് ആരാണ് അക്കൗണ്ടന്റിനെ ഫിക്സ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ആണ്. എന്നാൽ ഓഡിറ്ററെ സംബന്ധിച്ച് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അതിന്റെ മീറ്റിംഗിൽ പാസ്സാക്കി ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് ആൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോൾ അവിടെ അക്കൗണ്ടിങ് തുടങ്ങുന്നു. അക്കൗണ്ടിങ് അവസാനിക്കുമ്പോൾ ഓഡിറ്റിംഗ് തുടങ്ങുന്നു. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് തുടങ്ങുന്നു. അക്കൗണ്ടിങ് അവസാനിക്കുന്നിടത്ത് ഓഡിറ്റിംഗ് തുടങ്ങുന്നു. ഓഡിറ്റിങ്ങോടുകൂടി ആ ഒരു സാമ്പത്തിക വർഷത്തെ കണക്കുകൾ അവസാനിക്കും. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.